നമ്മുടെ കൗമാരം, ആ കൗമാരത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് അങ്ങേയറ്റം ആകുലതയോടെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആദ്യം താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 10ാം ക്ലാസ്സുകാരന് ഗുരുതര പരുക്ക്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. ട്യൂഷൻ സെന്ററിൽ ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ യാത്രയയപ്പ് പരിപാടിയിൽ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഡാൻസിനിടെ മൊബൈൽ ഫോൺ ഓഫായി. പിന്നാലെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ കൂകി വിളിച്ചതാണ് സംഭവത്തിന് തുടക്കം. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വാക്കേറ്റം അധ്യാപകർ ഇടപെട്ട് പരിഹരിച്ചു. എന്നാൽ പിന്നീട് MJ സ്കൂളിലെ വിദ്യാർത്ഥികൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും താമരശ്ശേരി സ്കൂളിലെ കുട്ടികൾക്ക് തിരിച്ചടി നൽകാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് ട്യൂഷൻ സെന്ററിന് സമീപത്ത് വെച്ചായിരുന്നു സംഘർഷം. പെട്ടെന്ന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം അടി കൂടുന്നത് കണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങിങ്ങാൻ പിടിച്ചു മാറ്റി. അവിടുന്ന് കുറച്ച് അടി കൂടി, പിന്നെ ഇങ്ങനെ അടികൂടി പുറത്തേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് അവിടുന്ന് അടി കൂടി, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗത്തേക്ക് മാറിഞ്ഞ് വീണ്ടും അടി തന്നെയായിരുന്നു. ഏറ്റുമുട്ടലിൽ MJ സ്കൂളിലെ വിദ്യാർത്ഥിയും താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് ഇഖ്ബാലിന്റെ മകനുമായ മുഹമ്മദ് ഷഹബാസിനാണ് ഗുരുതരമായി പരിക്കേറ്റത്. മകനെ മർദ്ദിച്ചതിൽ കൊട്ടേഷൻ സംഘവുമുണ്ടെന്ന് സംശയിക്കുന്നതായി പിതാവ്. അത് അവനവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയതാ താമരശ്ശേരിക്ക്. പിന്നെ തിരിച്ച് വേറൊരു ഫ്രണ്ട്സാണ് ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുന്നത്. ഗൂഢാലോചനപരമായിട്ടാണ് ഇത് ചെയ്തതെന്നുള്ള കണ്ടെടുത്ത കടകൾ അവിടുന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. തലച്ചോറിന് 70% ക്ഷതമേറ്റ കുട്ടി കോമയിലാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ തുടരുന്നത്. സംഭവത്തിൽ 5 വിദ്യാർത്ഥികളെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കോഴിക്കോട്. തീരുന്നില്ല തല്ലിത്തീർപ്പിന്റെ വാർത്തകൾ. തിരുവനന്തപുരം വാഴിച്ചൽ ഇമ്മാനുവൽ കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. 1ാം വർഷ വിദ്യാർത്ഥി ആദിഷ്യന് ക്രൂരമായ മർദ്ദനമേറ്റു. നേരത്തെ കോളേജിലുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് ക്രൂരമർദ്ദനമെന്നാണ് സൂചന. എന്നാൽ സംഘർഷമുണ്ടാക്കിയ വിദ്യാർത്ഥികളെ പിടിച്ചു മാറ്റിയതിന് മർദ്ദിച്ചു എന്നാണ് ആദിഷ്യന്റെ പരാതി. ആദിഷ്യന്റെ കുടുംബം കോളേജിലും പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി.